ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളിനി തുടങ്ങി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനും കേരള ബാങ്കിനും CSEBക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിനി തുടങ്ങി ഇടാൻ പോകുന്നത്. ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ സിലബസ് നമുക്ക് വന്നിട്ടില്ല സിലബസ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഇൻസ്പെക്ടർ നടത്തിയപ്പോഴുള്ള സിലബസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അഡീഷണലായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ അതെടുത്ത് തരാം. അപ്പം നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. പാർട്ട് 1 കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റമാണ്. അപ്പോൾ ഡെയിലി അതിനെ ബേസ് ചെയ്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഓരോന്നും ക്യാപിറ്റലിസം എന്താണ്, സോഷ്യലിസം എന്താണ്, കമ്മ്യൂണിസം എന്താണ്, അപ്പോൾ അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെന്താണ് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. പിന്നെന്താണ് ടൈപ്സ് ഓഫ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ ഇൻ കേരള. പിന്നെന്താണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ. പിന്നെ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്, അതായത് നാഫഡ്, ഇഫ്കോ, ക്രിപ്കോ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇടുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതെന്താണെന്നുള്ളത് അറിയണം. അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണ്? കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന ഓഡിറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. സാധാരണ ഓഡിറ്റിംഗ് ഉണ്ടാവില്ല. കോപ്പറേറ്റീവ് ബാങ്കിലെ ഓഡിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെന്താണ് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഒരു കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്കത് കാണാം അല്ലേ? അത് നിങ്ങളതൊക്കെ ഒന്ന് അതിൽ കൂടെ ഒന്ന് പോവുക, അത് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത്. പിന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ എന്തൊക്കെയാണ്. പിന്നെന്താണ് ഫണ്ട്, അവർക്ക് കിട്ടുന്ന സോഴ്സ് ഓഫ് ഫണ്ട് എവിടെ നിന്നൊക്കെയാണ് അവർക്ക് അവൈലബിൾ ആവുന്നത്. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള, നിങ്ങൾക്കറിയാതെ വളരെ ആ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലേക്കാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്താണ്, സെൻട്രൽ ബാങ്ക് എന്താണ് അറിയാം അല്ലെ, RBIനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പോർഷൻസ്, നിങ്ങൾ ഈ പറയുന്ന എല്ലാ പോർഷൻസും, പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന പോർഷൻസും. പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലിബറലൈസേഷന് മുമ്പ് ഉള്ള പോർഷൻസ്. പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് പോസ്റ്റ് ലിബറലൈസേഷന് ശേഷം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. കമ്മിറ്റീസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്താണ് കമ്മിറ്റീസ് നോക്കാം, അതിനുശേഷം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ എന്താണ് ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, പ്രാക്ടീസ് ഓഫ് ബാങ്കിങ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നത് എന്താണ്, ബാങ്ക്സിൻ്റെ റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ NA ആക്ട് അല്ലേ, നമുക്ക് NA ആക്ടിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഒരു പ്രോമിസറി നോട്ടിൻ്റെ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ ഒക്കെ എന്താണ് നിയമം എന്തൊക്കെയാണ്, അതിനെ ബേസ് ചെയ്തുള്ള നിയമം എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം. പിന്നെ എന്താണ് അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് മൈക്രോ ഫിനാൻസുകൾ എന്തൊക്കെയാണ്, നബാർഡ് ഫോളോ ചെയ്യുന്നത്, നബാർഡ് കൊടുക്കുന്നത്, KCC എന്താണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്, പിന്നെന്താണ് അങ്ങനെ കുറേ ഡീറ്റെയിൽസ്. എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, SHG എന്താണെന്നുള്ളത്. പിന്നെ 9th വരുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്, എന്താണ് CDM, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ ബാങ്കിങ്ങിൽ വരുന്നത്. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് അറിയാം, നമ്മൾ ബാങ്കിങ്ങിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ടെക്നോളജി വൈസ് ബാങ്കുകൾ ഒരുപാട് മുമ്പിലാണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളത്, നിഫ്റ്റ്, IFSI കോഡ് എന്താണ്, CTS എന്തൊക്കെയാണ്, പിന്നെന്താണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്ങിൽ ട്രെൻഡ്സ് എന്താണ് എന്നൊക്കെയുള്ളത്, യോജനാസ് ഏതൊക്കെയാണ്, പ്രധാനമന്ത്രിയുടെ കുറേ യോജനാസ്, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ബേസ് ആയിട്ട് വരുന്നതാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ആ ക്ലാസ്സുകൾ, പിന്നെ നമ്മുടെ IT ആൻഡ് സൈബർ ലോന് വേണ്ട അത്യാവശ്യം വേണ്ട ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ചാനൽ വഴി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങി അല്ലെങ്കിൽ നാളെ തുടങ്ങി നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അഡീഷണലായിട്ട് പോർഷൻസ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആ സമയത്ത് ചെയ്യും. നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ നവംബറിലാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഡേറ്റാസ് അതനുസരിച്ച് അവൈലബിൾ ആയിരിക്കും. എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും പോർഷൻസൊക്കെ കവർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.